പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇപ്പം ഞാൻ സാലൈഡാന എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഒരു പഴയ പാട്ടുണ്ട്, ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ മലമുകളിൽ താഴ്വരകളിൽ പോകാം ഞാൻ നിൻ സേവയ്ക്കായി, എരിഞ്ഞമരാം ഭാരതമണ്ണിൽ. പാമ്പാടിയിൽ ഞങ്ങളുടെ ചർച്ചിൽ മിക്കവാറും പാടി ഒരു മിഷനോട് ബന്ധപ്പെട്ട് ഞാൻ ദൈവമക്കളെ എൻകറേജ് ചെയ്യുന്ന ഒരു വരിയാണ്. ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ മലമുകളിൽ താഴ്വരയിൽ പോകാം ഞാൻ നിൻ സേവയ്ക്കായി, എരിഞ്ഞമരാം ഭാരതമണ്ണിൽ. യേശുവേ പോകാം ഞാൻ നിൻ സേവയ്ക്കായി, എരിഞ്ഞമരാം ഭാരതമണ്ണിൽ. അതെ, ഭാരതത്തിലെ ഓരോ ഗ്രാമങ്ങളും യേശു എന്ന വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇരുൾ മൂടിക്കിടക്കുന്ന പകുതികൾ യേശുവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ ഇതൊരു പ്രത്യേക സിറ്റുവേഷനുള്ളൊരു ഗ്രാമമാണ്. വളരെ കുറച്ച് മാത്രം ദൈവിക വെളിച്ചമുള്ള ഒരു ഗ്രാമം. ഈ ഗ്രാമം യേശുവിന് വേണ്ടി നേടാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള നമ്മുടെ ദൈവമക്കളുടെ വീടുകളൊക്കെയാണിത്. ഇവരുടെ പ്രാർത്ഥനയും ഇവരുടെ ആരാധനയും സ്തോത്രവുമെല്ലാം ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് ഹേതുവാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് ദേശത്തും വേലയ്ക്ക് ഒരു വീട് വേണം, ഒരു അക്വിലാവും ഒരു പ്രിസ്കില്ലയും. അപ്പോസ്തല പ്രവൃത്തിയിലെല്ലാം അതുപോലെയുള്ള ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് കർത്താവ് തൻ്റെ വേല ശക്തമാക്കിയിരുന്നു. യൂറോപ്പിൻ്റെ ആദ്യത്തെ വിശ്വാസിയായി ലുദിയ മാറി. അവിടെ വീട് സുവിശേഷത്തിന് വേണ്ടി തുറന്നു. ഫിലേമോൻ്റെ വീട് സുവിശേഷത്തിന് വേണ്ടി തുറന്നു. കൈസരിയായിലെ ഫിലിപ്പോസിൻ്റെ വീട് അഭിഷേകത്തിന് വേണ്ടി തുറന്നു. ഓരോ ദേശത്തും ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് ഓരോ ഫാമിലിയെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അവർ മുഖാന്തരമാണ് വലിയ വലിയ ദൈവിക സഭകളും വലിയ ദൈവപ്രവർത്തികളും ആരംഭം കുറിച്ചിരിക്കുന്നത്. ഫൗണ്ടേഷൻ അതുപോലെയുള്ള ചില ഫാമിലീസാണ്. അതുപോലെ ചിലർ ഇവിടെയുമുണ്ട്, എവിടെയും ഉണ്ടാകും. ഞാനിപ്പോൾ ഈ മധ്യപ്രദേശിൻ്റെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനെ യാത്ര ചെയ്ത് ഓരോ ഗ്രാമങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിക്കുകയാണ്. അതേ പ്രിയരെ, ഗ്രാമങ്ങൾ യേശുവിനെ അറിയട്ടെ, പട്ടണങ്ങൾ യേശുവിനെ അറിയട്ടെ. പോകാം ഞാൻ നിൻ സേവയ്ക്കായി, എരിഞ്ഞമരാം ഭാരതമണ്ണിൽ. നമുക്ക് ഓടാം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി. വയലിൽ വെച്ച് കയർത്ത് കയീൻ ഹാബേലിനെ കൊന്നു. സുവിശേഷ വയൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നതല്ല, സുവിശേഷ വയൽ എരിഞ്ഞമരാനുള്ളതാണ്. തിരിച്ചറിയുക, ഒരുവൻ മുഖാന്തരം മറ്റൊരാൾ ഒടുങ്ങിപ്പോകേണ്ട വയലല്ല സുവിശേഷ വയൽ. ഇത് എരിഞ്ഞമരേണ്ടതാണ്, തേഞ്ഞു തീരേണ്ടതാണ്. അപ്പം അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കാം. ദൈവം അതിനായി കൃപ നൽകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.